ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഞാൻ സാബിറ. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മങ്ക് ഹു സോൾഡ് ഹിസ് ഫെറാറി, റിട്ടൺ ബൈ റോബിൻ ശർമ്മ. ഇപ്പോൾ റോബിൻ ശർമ്മയുടെ ഒരു ഒരു മാസ്റ്റർ പീസ് പുസ്തകം ഇത്. അദ്ദേഹത്തെ ലോക പ്രശസ്തനാക്കിയ ഒരു പുസ്തകം. ഇപ്പോൾ ഇത് ഒരു രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു സംഭാഷണ ശൈലിയിലാണ് ഇതിന്റെ അവതരണം, ഒരു സ്റ്റോറി രൂപത്തിൽ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഞാനിവിടെ ഷെയർ ചെയ്യാം. ഇപ്പോൾ ജൂലിയൻ മാൻഡിൽ എന്ന് പറയുന്ന ഒരു വക്കീല്, അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു പ്രശസ്തനായ ഒരുപാട് സ്വത്തുക്കളുടെ ഉടമയായ ജൂലിയൻ മാൻഡിൽ. അദ്ദേഹത്തിന് ഫെറാറി കാറുണ്ട്, വിമാനമുണ്ട്, ദ്വീപുണ്ട്. അങ്ങനെ എപ്പോഴും ഒരു തിരക്കുള്ള വക്കീലായിരുന്നു അദ്ദേഹം. ഒരു ദിവസം അദ്ദേഹത്തിന്റെ കേസിന്റെ വാദത്തിനിടയിൽ ന്യൂയോർക്കിലെ കോടതിയിൽ അദ്ദേഹം ബോധരഹിതനായി നിലത്ത് വീഴുന്നു. അപ്പോ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോ കഷ്ടിച്ച് അദ്ദേഹം മരണത്തിന്റെ വക്കിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ജൂലിയൻ മാൻഡിൽ ഹോസ്പിറ്റലിൽ നിന്നും ഒരു തീരുമാനമെടുത്തിരുന്നു. ഇനി അദ്ദേഹത്തിന് തിരക്കുള്ള ജീവിതമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ വേണ്ടതുപോലെ ഫാമിലിയെ ശ്രദ്ധിക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല, അദ്ദേഹത്തിന്റെ സന്തോഷങ്ങൾ കണ്ടെത്താനൊന്നും. അപ്പോൾ ഇനി ജീവിതത്തിനൊരു മാറ്റം വരുത്തണമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം വിറ്റ് നേരെ വന്നത് ഇന്ത്യയിലേക്കാണ്. അങ്ങനെ ഇന്ത്യയിലുള്ള ഹിമാലയ സാനുക്കളിലുള്ള ഋഷിമാരോടൊത്ത് അദ്ദേഹം ജീവിച്ച് അവിടെ 3 വർഷം അദ്ദേഹം ഒരുപാട് അറിവുകൾ കരസ്ഥമാക്കി. അവിടെ ഒരു രാമ മഹർഷിയെ പരിചയപ്പെട്ടതൊക്കെ അവരിൽ നിന്നുള്ള അറിവൊക്കെ കരസ്ഥമാക്കി തിരിച്ച് നാട്ടിലെത്തി ജോണിനോട് പങ്കുവെച്ച കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞു വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജൂലിയൻ ഒരു സ്വപ്നം കാണുന്നുണ്ട്. ഒരു നല്ല മനോഹരമായ പൂന്തോട്ടം, അതിന് നടുവിൽ ഒരു ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിന്റെ ഉള്ളിൽ നിന്നും ഒരു 9 അടി ഉയരവും 900 പൗണ്ട് വെയിറ്റ് ഉള്ള ഒരു സുമോ ഗുസ്തിക്കാരൻ, അദ്ദേഹം നാണം മറക്കാനായിട്ട് ഒരു പിങ്ക് നാട കൊണ്ട് അദ്ദേഹത്തിന്റെ നാണം മറച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു സ്വർണ്ണ സ്റ്റോപ്പ് വാച്ചിൽ മേൽ തട്ടി നിലത്ത് വീഴുന്നു. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പനിനീർ പൂക്കളുടെ സുഗന്ധം ഏറ്റപ്പോൾ അദ്ദേഹം ബോധം തിരിച്ചു കിട്ടി. എന്നിട്ട് അദ്ദേഹം രത്നം വിതറിയ പാതയിലൂടെ നടന്നു നീങ്ങുന്നു. ഇതായിരുന്നു ജൂലിയൻ കണ്ട സ്വപ്നം. അപ്പോൾ ഈ സ്വപ്നത്തിന്റെ പൊരുള് നമുക്ക് അന്വേഷിക്കാം. ഏതൊരാളുടെ ജീവിത വിജയത്തിലേക്ക് ഉതകുന്ന ഈ സ്വപ്നത്തിന്റെ പൊരുളിലേക്ക് നമുക്കൊന്ന് പോവാം. ആദ്യം ജൂലിയൻ കണ്ട സ്വപ്നം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ പൂന്തോട്ടം. ഈ പൂന്തോട്ടം സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മനസ്സിനെയാണ്. നമ്മുടെ മനസ്സിനെ നല്ല ഒരു പരിപോഷിപ്പിച്ച് ശ്രദ്ധയോടെ പരിപാലിച്ചെടുത്താൽ ഒരു നല്ല പൂന്തോട്ടം പോലെ അത് നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറം വളർന്ന് വികസിക്കുന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ പൂന്തോട്ടത്തിൽ കളകൾ വളരാൻ അനുവദിച്ചാൽ എന്തായിരിക്കും ഉണ്ടാകുക? നമ്മുടെ മനസ്സിന്റെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ നല്ല ചിന്തകളാകുന്ന വിത്തുകൾ കൊണ്ട് നല്ല കായ്കളും ഫലങ്ങളും ഉണ്ടാവാൻ വേണ്ടി നല്ല ചിന്തകൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പിന്നെ നമ്മൾ എന്തൊക്കെയായിരിക്കും മനസ്സിലേക്ക് കളകളാകുന്നത് കൊടുക്കുന്നത്? നമ്മൾ വരുന്നതിനെ കുറിച്ചുള്ള ആകുലതകൾ, അതുപോലെ തന്നെ പിന്നെ കഴിഞ്ഞു പോയതിന്റെ വിഷമങ്ങള്, എന്തെങ്കിലും ഒരു കാര്യം, ആരെങ്കിലും ഒരു ചെറിയൊരാള്, ഒരു സെയിൽസ്മാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം, അങ്ങനത്തെ ഒക്കെ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മൾ മനസ്സിലേക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളത്. ഇപ്പോ അഭിമാനികളായ തോട്ടം സൂക്ഷിപ്പുകാർ എന്തായിരിക്കും ചെയ്യുക? അതിലേക്ക് വിഷമയമായ എന്തെങ്കിലും വരാൻ സമ്മതിക്കോ? അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് വാതിൽക്കൽ നമ്മൾ കാവൽ നിൽക്കുക, അതിൽ അനാവശ്യമായിട്ടുള്ള ഒന്നും അങ്ങോട്ട് കയറ്റാതിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇതിലൊരു ഉദാഹരണമായിട്ട് പറയുന്നത്, ജൂലിയൻ കൽക്കത്തയിലുള്ള ഒരു അധ്യാപികയെ പരിചയപ്പെടുകയുണ്ടായി. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു അധ്യാപിക. അവരുടെ സ്കൂളുണ്ട്. സ്കൂളിലെ കുട്ടികൾ അവരെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണ് അവരെപ്പം നോക്കിക്കാണുന്നത്. അപ്പൊ കുട്ടികളോട് അവർ എപ്പം പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐ ക്യാൻ എന്ന തോന്നലാണ് ഐക്യുവിനേക്കാളും പ്രധാനം എന്നുള്ളതാണ്. അങ്ങനെ ഇവരെ സ്കൂളൊക്കെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം ഇവരുടെ സ്കൂള് ഏതോ ഒരു അപരാധി വന്ന് തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ അവർക്കൊക്കെ വലിയൊരു നഷ്ടമായിരുന്നത്. അപ്പൊ കുറെ കാലം അവർക്ക് അതൊരു വലിയ വിഷമം ഉണ്ടാക്കി. പിന്നെ ഒരു നിർവികാരതയായി. അപ്പൊ മല്ലിക ചന്ദ എന്താണ് ചെയ്തത്? ആ സമയത്ത് അവര് വ്യത്യസ്തയായിരുന്നു.
അവര് അവരോടൊക്കെ ആയിട്ട് പറഞ്ഞ് ആ നാട്ടുകാരോടും കുട്ടികളോടൊക്കെ ഇത് വേഷം മാറി വന്ന അനുഗ്രഹ, നമുക്ക് ഇതിലും നല്ല സ്കൂള് പണിയണം. ഈ സ്കൂളാണെങ്കിലോ ജീർണിച്ചു പോയതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല സ്കൂള് പണിയണമെന്ന് പറഞ്ഞ് അവര് ഫണ്ട് സ്വരൂപിച്ച് അങ്ങനെ അവര് നല്ലൊരു സ്കൂള് പണിത്. അപ്പോൾ നമുക്ക് എന്താണ് വരുന്നത് എന്ന് സംഭവിക്കുന്ന കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷേ നമ്മൾ എന്താണ് അത് നമ്മൾ അത് റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ട നല്ലൊരു കാര്യം. നമ്മൾ എല്ലാത്തിനോടും ഒരു പോസിറ്റീവായ മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളത്. പിന്നെ ഇതിൽ പറയുന്നത് രണ്ടാമതായിട്ട് ഈ ലൈറ്റ് ഹൗസ് പറയുന്നുണ്ടല്ലോ. അപ്പോ അത് നമ്മുടെ ലക്ഷ്യത്തെയാണ്, അതായത് ഗോൾ സെറ്റിങ്സ്. ഇപ്പോ കടലിൽ വഴിതെറ്റി അലയുന്ന കപ്പലുകൾക്ക് ഈ ലൈറ്റ് ഹൗസുകൾ എത്രത്തോളം പ്രയോജനപ്രദമാണോ അതുപോലെ തന്നെയാണ് ഈ ഈ ജീവിതത്തിൽ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം. ഇപ്പോ നമ്മള് ഈ കടല് പരിക്കനാവുമ്പോൾ എന്തായിരിക്കും, ഈ കപ്പലുകളിൽ ലൈറ്റ് ഹൗസിനെ ആയിരിക്കുമല്ലോ ആശ്രയിക്കുക. അതുപോലെ തന്നെ നമ്മളെ ജീവിതത്തിൽ ഒരു ഗോൾ സെറ്റിംഗ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ഈ ഗോൾ സെറ്റിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യാൻ പറ്റുക? എല്ലാവർക്കും ഗോൾ സെറ്റിംഗ് ഉണ്ടായിരിക്കൂലല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ഒരു നോട്ട് പുസ്തകം വാങ്ങിക്കുക. ആ നോട്ട് പുസ്തകത്തിന് ഒരു പേരിടുക, സ്വപ്നങ്ങളുടെ കുറിപ്പ് പുസ്തകം എന്ന്. അപ്പൊ അതില് എന്താണോ നമ്മളെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം എഴുതി വെക്കുക, ലക്ഷ്യങ്ങളും. എന്താണ് നമ്മളെ നിർവചിക്കുന്നത്, എന്താണ് എൻ്റെ സ്ട്രെങ്ത്, വീക്ക്നെസ് എല്ലാം എഴുതുക അതില്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആശിക്കുന്ന വസ്തുക്കളുടെ ചിത്രങ്ങളും പ്രതിച്ഛായകളും കൊണ്ട് ഇത് അലങ്കരിക്കുക. ഇപ്പൊ നമ്മൾ വെയിറ്റ് കുറക്കണം എന്നാണെങ്കിൽ ആഗ്രഹമെങ്കിൽ നമ്മൾ അതില് നല്ലൊരു അത്ലറ്റിക്കിന്റെയോ ഓട്ടക്കാരന്റെയോ ചിത്രം കൊടുക്കുക. എന്നിട്ട് ദിവസവും അതുമായിട്ട് കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മുടെ ലക്ഷ്യത്തിന് എപ്പോഴും ഒരു ഡേറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഒരു ശരാശരി മനുഷ്യന്റെ മനസ്സിലേക്ക് 60,000 ചിന്തകള് ഒരു ദിവസം കടന്നു വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ നോട്ട് പുസ്തകത്തിൽ ഇത് എഴുതി വെക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലുള്ള ഈ 59,999 ചിന്തയെക്കാളും എൻ്റെ ഈ ഒരു ചിന്തക്ക് പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ ഒരു റെഡ് സിഗ്നൽ കാണിക്കുകയാണ് അതിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ ഗോൾ സെറ്റിങ്ങിലേക്ക് വേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പൊതുവായ പ്രഖ്യാപനം നടത്തുക എന്നുള്ളത്. ഇപ്പൊ ഞാനൊരു നോവൽ എഴുതാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ അറിയുന്നവരോടൊക്കെ പറയാം ഞാനിങ്ങനെ ഒരു നോവൽ എഴുതുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോ നമ്മൾ അങ്ങനെ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു സമ്മർദ്ദം ഉണ്ടാവും, ഇതെങ്ങനെയെങ്കിലും എഴുതി പൂർത്തിയാക്കണം. കാരണം നമ്മൾ അറിയുന്നവരുടെ മുന്നിൽ നമ്മൾ ഒരിക്കലും ഒരു പരാജിതരാവാൻ നമ്മൾ തുനിയൂല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഗോൾ സെറ്റിങ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു അഭിനിവേശം ഉണ്ടായിരിക്കുക എന്നുള്ളത്. ജ്വലിക്കുന്ന അഭിനിവേശം സ്വപ്നങ്ങൾക്ക് ഏറ്റവും വീര്യമുള്ള ഇന്ധനമാണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഉണ്ടായിട്ട് അത് ഇഷ്ടമായിട്ടായിരിക്കൂല അധികം ആൾക്കാരും ചെയ്യാം. അതെങ്ങനെയല്ലോ ചെയ്ത് തീർക്കണമെന്നുള്ള ഒരു മെന്റാലിറ്റിയിലായിരിക്കും നമ്മൾ ചെയ്യുക. പിന്നെ ഈ ലക്ഷ്യങ്ങളുടെയും സ്വപ്നങ്ങളുടെയും വഴിയെ നമ്മൾ മുന്നേറുമ്പോൾ അത് നമ്മൾ ആസ്വദിക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗോൾ സെറ്റിംഗിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ഈ ലൈറ്റ് ഹൗസിന്റെ വാതിൽ തുറന്നിട്ട് ഒരു സുമോ ഗുസ്തിക്കാരൻ പുറത്തു വരുന്നെന്ന് പറഞ്ഞല്ല. 9 അടി ഉയരവും 900 പൗണ്ട് വെയിറ്റ് ഉള്ള ഒരു സുമോ ഗുസ്തിക്കാരൻ. ഇത് എന്തിനാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിരമായ മെച്ചപ്പെടുത്തൽ, നമ്മളെ സ്ഥിരമായിട്ട് മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത് എപ്പോഴും. അപ്പോ ഇതിനെന്തോ മന്ത്രവിദ്യ ഉണ്ടോ? ഇല്ല. അപ്പം നമ്മളെ തന്നെ സ്ഥിരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്, അത് ഞാൻ പറയാം. ഇപ്പോ രാവിലെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളത്. രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സമയം അതിനെ നിശ്ചയിക്കാൻ, അത് നമ്മളത് ശീലാക്കി എടുക്കുക. ഇപ്പൊ നമ്മളെ ഈ പ്ലാറ്റ്ഫോമിലുള്ള ഈ മെഡിറ്റേഷന്റെ സൗകര്യങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രകൃതിയായിട്ട് ആവുന്നത്ര ഇണങ്ങി ജീവിക്കുക, എന്നിട്ട് നമ്മൾ ഒരു പോസിറ്റീവ് എനർജി നിറക്കുക. പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് പതിവായിട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് കൂട്ടി നമ്മുടെ ബോഡി എപ്പോ ഒരു ചലനശേഷിയുള്ളതാക്കി വെക്കുക. പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറ് പുറത്തേക്ക് തള്ളി വരുന്നതാണ്
യഥാർത്ഥ ശ്വസനം എന്ന് പറയുന്നത്. ആവുന്നത്ര ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുക, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുക. പിന്നെ അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല പച്ചക്കറി പഴവർഗ്ഗങ്ങൾ. നമ്മൾ കൂടുതൽ മത്സ്യ മാംസാദികൾ കഴിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് അത് ദഹിപ്പിക്കാൻ കൂടുതൽ ഊർജം വേണ്ടി വരും. അപ്പൊ അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. പിന്നെ നമ്മുടെ മതത്തിൽ പറയുന്നുണ്ടല്ലോ, നമ്മള് വയറിന്റെ 1/3 ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഒരു ഭാഗം വെള്ളം കുടിക്കുക, ഒരു ഭാഗം ഒഴിച്ചിടുക എന്നല്ലേ ഉള്ളത്. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിലൊക്കെ നല്ല ഒരു നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ എന്തെങ്കിലും നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഇപ്പൊ ജീവിതാവസാനം വരെ നമ്മൾ എന്തെങ്കിലും ഒരു അറിവ് നേടിക്കൊണ്ടിരിക്കുക, ഒരു വിദ്യാർത്ഥി ആയിരിക്കുക എന്നുള്ളത്. ഇപ്പൊ പുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പുസ്തകമല്ല, നമ്മുടെ ഈ മനസ്സിന്റെ പൂന്തോട്ടത്തിലേക്ക് കൊടുക്കാൻ, നല്ല ചിന്തകൾ കൊടുക്കാൻ പറ്റിയ നല്ല പുസ്തകങ്ങൾ വായിക്കുക. ഇപ്പൊ ചിലത് വെറുതെ വായിച്ചാൽ നമുക്ക് ഒന്ന് വായിച്ചാൽ മതിയായിരിക്കും മനസ്സിലാവും, ചിലത് കൂടുതൽ തവണ വായിക്കേണ്ടി വരും. ചില പുസ്തകങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിച്ച് ജീവിതത്തിൽ പകർത്തേണ്ടതുണ്ടാവും. അങ്ങനെയൊക്കെ നോക്കി നമ്മൾ ചെയ്യാന്നുള്ളത്. അപ്പോ ഇതില് ഒരു ഈ നിരന്തരമായ നമ്മൾ മെച്ചപ്പെടുത്തി എടുക്കുക എന്നുള്ളതിന് ഒരു ഉദാഹരണം ജൂലിയൻ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ജോണിനോട് ജൂലിയൻ പറയുന്നുണ്ട് ഒരു എക്സസൈസ് ചെയ്യാന്, അതായത് പുഷപ്പ് ചെയ്യിക്കാന്. ഈ ജോൺ അപ്പോ 23 പ്രാവശ്യം എങ്ങനെയൊക്കെയോ പുഷപ്പ് ചെയ്തു. അപ്പോ ജൂലിയൻ പറയുന്ന അത് പോരാ, 10 കൂടി നീ കൂടുതൽ ചെയ്യണമെന്ന്. അപ്പൊ ജൂലിയൻ അത് പറ്റുന്നില്ല എന്ന് പറയുന്നില്ല, എങ്ങനെയൊക്കെയോ 10 എടുത്ത്. അപ്പോ ജൂലിയൻ ചോദിക്കുന്ന ജോണിനോട് എന്താ ഇതിൽ പഠിച്ചതെന്ന്. അപ്പൊ ജോണ് പറയുന്ന, ഞാൻ ഹാർട്ട് അറ്റാക്ക് വരാൻ എന്തെങ്കിലും ഒരു കാരണം വേണോ, ഇത് മാത്രമേ ഞാൻ ഇതിൽ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ ജൂലിയൻ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നീ 23 എടുത്ത്, പിന്നെ ഞാൻ വെല്ലുവിളിച്ചപ്പോൾ നീ 10 കൂടി ചെയ്ത്. നീ വിചാരിച്ചത് ഇത്ര മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ വെല്ലുവിളിച്ചപ്പോൾ നീ 10 കൂടി ചെയ്ത് കാണിച്ചു. ഇത് തന്നെയാണ് നമുക്കും പറ്റുന്നത്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു ശേഖരമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്ക് അത് എപ്പാ കിട്ടുക, നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ മാത്രമേ അത് നമുക്ക് കിട്ടുന്നുള്ളൂ എന്നാണ്. പിന്നെ ഒരു ശരാശരി മനുഷ്യൻ തന്റെ മനുഷ്യശേഷിയുടെ തീരെ ചെറിയ ഒരു അംശം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോ ഈ സ്ഥിരമായ മെച്ചപ്പെടുത്തലിലൂടെ നമ്മൾ നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും പരിപോഷിപ്പിച്ചെടുക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ എന്താണോ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാര്യം എന്നുള്ളത് നമ്മൾ തന്നെ തിരിച്ചറിയാം. ഇപ്പൊ പ്രസംഗിക്കാനുള്ള ഒരു ഭയമാണെങ്കിൽ നമ്മളൊരു 25 പ്രസംഗമെങ്കിലും ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ കരുത്തിന്റെ ഒരു ശേഖരത്തിന്റെ ഓരോ തുള്ളിയും നമ്മൾ ഒരുമിച്ച് ചേർത്ത് നമ്മളെ കരുത്തരാക്കുക എന്നുള്ളത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, ഈ സുമോ ഗുസ്തിക്കാരൻ തന്റെ നാണം മറക്കാനായി ഒരു പിങ്ക് നിറത്തിലുള്ള വയറുകൾ ചുറ്റിയിരിക്കുന്നതായി നമ്മൾ ഇതിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു ആത്മശിക്ഷണം വളർത്തിയെടുക്കുക എന്നുള്ളത്. ഇപ്പോ ഇരുമ്പോളം വരുന്ന ഒരു ഇച്ഛാശക്തി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക. ഉദാഹരണം ഞാൻ പറയാം, എന്നാ വേഗം മനസ്സിലാവുമല്ലോ. ഇപ്പൊ നമുക്ക് രാവിലെ ഈ തണുപ്പിന് കുറച്ച് മൂടി പൊതിച്ച് കിടന്നുറങ്ങാനായിരിക്കും ഇഷ്ടം. പക്ഷെ നമ്മുടെ ഒരു ഇച്ഛാശക്തി നമ്മളിൽ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രാവിലെ ഉണരാനും അതുപോലെ തന്നെ നമ്മുടെ മോർണിംഗ് റൂട്ടീനൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു സംസ്കാരഹീനനായ ഒരാള് എന്തെങ്കിലും ഒരു ചീത്ത വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ, നമ്മുടെ നാവിനെ അടക്കി നിർത്താനും, അതുപോലെ തന്നെ കുറച്ച് ഭക്ഷണം കഴിക്കാൻ, അതുപോലെ തന്നെ കൂടുതൽ ക്ഷമയുള്ളവരാവാൻ, ഇതിനൊക്കെ ഈ ആത്മശിക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യം വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇതിൽ പറയുന്നുണ്ട്, ഇച്ഛാശക്തി വളർത്തിയെടുക്കാൻ നമ്മൾ പിന്നെ ഒരു മെഡിറ്റേഷൻ രീതിയിൽ ഇരിക്കുക, കണ്ണുകളടച്ച് വിശ്രമാവസ്ഥയിൽ ഇരുന്നതിന് ശേഷം ഈ അഫർമേഷൻ അതൊരു 30 തവണയെങ്കിലും പറയണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിന്റെ എല്ലാ ശക്തിയും കഴിവും എന്നിൽ വിശ്രമിക്കുന്നു എന്ന് ഉറക്കെ പറയുക. നമ്മുടെ വാക്കിന് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ വലിയ ഒരു കരുത്തുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത്, ഈ മഞ്ഞ പനിനീർ പൂക്കൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളത്. ഈ ഒരു ചൈനീസ് ചൊല്ലുണ്ട്, നമുക്ക് പനിനീർ പൂക്കൾ നീട്ടുന്ന കൈകൾ എപ്പോഴും ഒരു സുഗന്ധം തങ്ങിയിരിക്കുമെന്ന്. അപ്പൊ നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാരുണ്യ പ്രവർത്തികൾ ഉണ്ടാവുമല്ലോ, അത് എപ്പോഴും പിന്നെ നമ്മളെയും കൂടി അത് മാറ്റിയെടുക്കും എന്നുള്ളത്, നമ്മുടെ മനസ്സിനെയും അത് മാറ്റിയെടുക്കും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ദിവസവും എന്തെങ്കിലും ഒരു കാരുണ്യ പ്രവർത്തികൾ ചെയ്യാന്നുള്ളത്. ഇപ്പൊ നമ്മൾ പറയും, ഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല, തിരിച്ചു പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല, നമ്മളിവിടെ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഒഴികെ നമ്മൾ പറയുന്നുണ്ടല്ലോ.
അപ്പോൾ നമ്മൾ ദിവസവും എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യാന്നുള്ളത്. ഇപ്പൊ എല്ലാ മതങ്ങളും സംസ്കാരങ്ങളും ഇപ്പോ ദാനധർമ്മത്തിന്റെയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ തന്നെ പഠിക്കുന്നുണ്ട് സദക്ക സക്കാത്ത് പങ്കുവെക്കലിന്റെ മഹത്വത്തെ കുറിച്ച്. അങ്ങനെ എന്തെങ്കിലും നമുക്കാവുന്ന സൽക്കർമ്മങ്ങൾ ദിവസവും നമ്മൾ ചെയ്യാം. ഇപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഇപ്പൊ നമുക്ക് തന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഒരു ദാനമാണ്. ഇനി ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു പുഞ്ചിരിയെങ്കിലും സമ്മാനിക്കുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മുടെ സമയത്തെ ബഹുമാനിക്കുക എന്നുള്ളത്. അപ്പൊ 500 വർഷം ജീവിക്കാനെന്നുള്ള മനോഭാവം നിർത്തി നമ്മൾ മരണശയ്യയിലാ കിടക്കുന്ന എന്നുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കാന്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ എന്തായിരിക്കും, ഒരു ശോകമുഖമായ അവസ്ഥയായിരിക്കുമല്ലോ ഉണ്ടാകുക. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് ജീവിതത്തെ കുറിച്ചുള്ള ഒരു തത്വമാണ്. നമ്മള് ഇപ്പൊ ഇന്നാണ് എന്റെ അവസാന ദിവസമെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? നമ്മൾ ഫോർഗീവ് ചെയ്യാനുള്ളവർക്കൊക്കെ ഫോർഗീവ് ചെയ്തു കൊടുക്കും. നമ്മുടെ സമയം അനാവശ്യമായി കളയുന്നത് നമ്മൾ നിർത്തും. പിന്നെ നമ്മൾ എങ്ങനെയായിരിക്കും പെരുമാറുക? നമ്മുടെ കുടുംബക്കാരോടും സഹപ്രവർത്തകരോടും ഒക്കെ അയൽവാസികളോടും ഒക്കെ വളരെ നല്ല രീതിയിലായിരിക്കും. അപ്പോ നമ്മള് ആ ഒരു ഇന്ന് അവസാന ദിവസമാണെന്ന് കരുതി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടും എന്നാണ് ഇതിൽ പറയുന്നത്. ഇപ്പൊ ചരിത്രത്തിൽ കാണാം ഖലീഫ ഉമർ ഇപ്പൊ മരണചിന്തയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂലിക്കൊരാളെ നിർപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സമയം എന്ന് പറയുന്നത് കയ്യിൽ നിന്നും മണൽത്തരികൾ എന്ന പോലെ അത് വഴുതി പോവും. അതിനു മുമ്പ് നമ്മൾ സമയത്തെ ഉപയോഗപ്പെടുത്തുക. സമയം മോഷ്ടിക്കുന്ന എന്തായാലും അരുതെന്ന് പറയാൻ ധൈര്യം ഉണ്ടാകുക എന്നുള്ളത്. പിന്നെ ഏഴാമതായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പ്രസന്റ് ലൈഫിൽ ജീവിക്കുന്നതിന്റെ, ഇപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ മനോഹരമായ പൂന്തോട്ടം, അതിന് നടുവിൽ ഒരു വിളക്കുമാടം, അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു സുമോ ഗുസ്തിക്കാരൻ ഇറങ്ങി വരുന്നു, അതിന്റെ പിങ്ക് നിറമുള്ള കമ്പിച്ചുരുൾ നാട കൊണ്ട് മൂടിയവൻ, തിളങ്ങുന്ന സ്വർണ്ണ സ്റ്റോപ്പ് വാച്ചിന്മേൽ അദ്ദേഹം തട്ടി നിലത്ത് വീഴുന്നു, പനിനീർ പൂക്കളുടെ സുഗന്ധമേറ്റ് അദ്ദേഹത്തിന് ബോധം തെളിയുന്നു, രത്നങ്ങൾ വിരിച്ച പാതയിലൂടെ അദ്ദേഹം നടന്നു നീങ്ങുന്നു. ഇതൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ പ്രസന്റ് ലൈഫിൽ ജീവിക്കുക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ജൂലിയൻ ജോണിനോട് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ജൂലിയന് ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു മോളുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും നൈർമല്യമുള്ള ഒരു കുഞ്ഞായിരുന്നു അവള്. ചുവന്നു തുടുത്ത ആ കുട്ടി ഒരു ദിവസം ഒരു ഒക്ടോബർ മാസം അവള് ഒരു ആക്സിഡന്റിൽ മരിച്ചു പോവുകയാണ്. അപ്പോ ജൂലിയൻ ആകെ വിഷമത്തിലായി, ജീവിതമൊക്കെ താറുമാറായി. ഈ കുട്ടിയെ ഓർക്കാത്ത ഒരു ദിവസവും കടന്നുപോയില്ല. അദ്ദേഹം ജോലി കഴിഞ്ഞാൽ ഓഫീസിൽ നിന്ന് തിരിച്ചു വരൂല, അവിടെ തന്നെ നിൽക്കും. ഈ ജൂലിയന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ അദ്ദേഹത്തെ ഇട്ടേച്ചു പോയി. അപ്പോ ഈ ജൂലിയൻ എപ്പോഴും വിചാരിക്കും, ആ കുട്ടി ഒന്ന് തിരിച്ചു വന്നെങ്കിൽ, നമ്മൾ കളിച്ചിരുന്ന ആ ഒരു ഒളിച്ചു കളി ഒന്ന് കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ അന്ന് ഈ കുട്ടി ഉണ്ടായിരുന്ന സമയത്ത് ജൂലിയൻ ഒരു ധാർഷ്ട്യക്കാരനായ വക്കീല, തിരക്കുള്ള ആളാ, അദ്ദേഹത്തിന് ഒന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അതിനെപ്പറ്റി ഓർക്കുന്നത്. അതുപോലെ തന്നെ മഹത്തായ കുഞ്ഞുങ്ങൾ നമുക്കും ഉണ്ട്. അപ്പൊ കുട്ടികൾ നമ്മളിൽ നിന്നും പെട്ടെന്ന് തന്നെ അവര് ജോലി, അവരുടെ കുടുംബമൊക്കെ ആയിട്ട് പോവും. അതിനു മുമ്പ് നമ്മൾ അവരെ ചേർത്ത് പിടിക്കുക. അവര് നമ്മൾക്ക് എത്രത്തോളം ആരാണെന്ന് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്നത് നമ്മുടെ സ്നേഹമാണ്. അത് നമ്മൾ കൊടുക്കുക, അവരെ ചേർത്ത് നിർത്തുക. ഇപ്പൊ ഈ പ്രസന്റ് ലൈഫിൽ ജീവിക്കുന്നതിനെ പറ്റിയിട്ട് ജൂലിയൻ ഒരു കഥ പറയുന്നുണ്ട് ജോണിനോട്. ജൂലിയന്റെ അച്ഛൻ ചെറിയ സമയത്ത്, ചെറുപ്പമായിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന കഥ, ഒരു പീറ്ററും മാന്ത്രിക നൂലും എന്നുള്ളത്. ഇപ്പോ പീറ്റർ എന്ന് പറയുന്നത് ഒരു ചെറിയ കുട്ടിയാ, അവന് നല്ലൊരു ചുറുചുറുക്കുള്ള കുട്ടിയാ, എല്ലാവർക്കും അവനെ ഇഷ്ടാ. പക്ഷെ പീറ്ററിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു, അവന് ഈ വർത്തമാന കാലത്ത് ജീവിക്കാൻ പറ്റൂല എന്നുള്ളത്. അവന് ക്ലാസ്സിലായിരിക്കുമ്പോ അവന് ചിന്തിക്കുക കളിസ്ഥലത്തെ പറ്റിയായിരിക്കും, കളിസ്ഥലത്തായിരിക്കുമ്പോ അവൻ ചിന്തിക്കുക വെക്കേഷനെ പറ്റിയായിരിക്കും. അങ്ങനെ അവന് ഈ പ്രസന്റ് ലൈഫിൽ ഒരിക്കലും അവന് ജീവിക്കാൻ പറ്റിയിരുന്നില്ല. അവൻ ഒരു ദിവസം കാട്ടിലൂടെ നടന്നു പോകുമ്പോ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അങ്ങനെ പീറ്റർ പീറ്റർ എന്നുള്ള വിളി കേട്ടിട്ടാണ് അവൻ ഉറക്കം തെളിയുന്നത്. അപ്പൊ നോക്കുമ്പോ ഒരു മുത്തശ്ശിയാ, അത് ഒരു പഞ്ഞിക്കെട്ട് പോലെ തലമുടിയും ചുക്കിച്ചുളിഞ്ഞ മുഖമായിട്ടുള്ള ഒരു മുത്തശ്ശി. മുത്തശ്ശിന്റെ കയ്യില് ഒരു മാന്ത്രിക ബോൾ ഉണ്ട്, അതിന്റെ ഒരു ഹോൾ ഉണ്ട് ആ ബോളിന്, അതിലൊരു ചരടും ഉണ്ട്. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, പീറ്റർ, ഇതൊരു മാന്ത്രിക ബോളാ, ഇത് വലിച്ചു കഴിഞ്ഞാല് ജീവിതമാകുന്ന ഒരു ബോളാ, ഇത് നൂലാണിത്. ഈ നൂല് വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നിനക്ക്
മിനിറ്റുകൾ ദിവസങ്ങളായിട്ട് കടന്നു പോകും. അതിലും ശക്തിയായി വലിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങൾ മാസങ്ങളായിട്ട് കടന്നു പോകും. അതിലും ശക്തിയായി വലിച്ചു കഴിഞ്ഞാൽ മാസങ്ങൾ വർഷങ്ങളായിട്ട് കടന്നു പോകും. അപ്പോ ഈ ബോളും കൊണ്ട് സന്തോഷത്തോടെ പീറ്റർ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് അവന് സ്കൂളിൽ പോയി. സ്കൂളിൽ പോയ സമയത്തെല്ലാം അവൻ ഈ ബോളിന്റെ വിചാരം. അങ്ങനെ അവന് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് ആ മാന്ത്രിക നൂലിലേക്ക് വലിച്ച്. അപ്പോ അവനൊരു കൗമാരക്കാരനായ ഒരു കുട്ടിയായി. അപ്പോ അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. എന്നാലൊന്നും പീറ്ററിന് ഒരു സംതൃപ്തി ഉണ്ടായിരുന്നില്ല. അവൻ വീണ്ടും വലിച്ച്. അപ്പോ വീണ്ടും വലിച്ചപ്പോ അവനൊരു മധ്യവയസ്കനായ ഒരാളായി മാറി. അവന്റെ വീട്ടിൽ നിറച്ചും കുട്ടികളും അവന്റെ ഗേൾ ഫ്രണ്ട് അവന്റെ ഭാര്യ ആയിരിക്കുന്ന എന്നൊക്കെയുള്ള അവസ്ഥയിൽ സന്തോഷത്തിനുള്ള അവസ്ഥ. പക്ഷെ എന്നാലൊന്നും പീറ്ററിന് അതിലൊന്നും സംതൃപ്തി ഉണ്ടായിരുന്നില്ല. അവൻ ആ മാന്ത്രിക നൂല് വീണ്ടും വലിച്ചു. അപ്പൊ എന്തായി? അവനൊരു ഒരു വൃദ്ധനായ ഒരാളായി. അവന്റെ മക്കളൊക്കെ ദൂരേക്ക് പോയി. അവന്റെ ഭാര്യയാണെങ്കിൽ വൃദ്ധയായിട്ടുണ്ട്. അച്ഛനും അമ്മയും ഒക്കെ മരിച്ചുപോയി. അപ്പോഴാണ് പീറ്ററിന് കാര്യം മനസ്സിലായത്. എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ. അപ്പൊ അവൻ വീണ്ടും സങ്കടപ്പെട്ട് കാട്ടിലേക്ക് പോയി. അങ്ങനെ പിന്നെ കാട്ടില് ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയ സമയത്ത് ഉറങ്ങിപ്പോയി. അപ്പൊ വീണ്ടും അവിടെ ആ മുത്തശ്ശി വന്ന് പീറ്ററിനോട് ചോദിച്ച്, ആ മാന്ത്രിക ബോൾ കൊണ്ട് നീ എന്ത് ചെയ്തു എന്നുള്ളത്. അപ്പോ ഉണ്ടായ കാര്യങ്ങളെല്ലാം പീറ്റർ വൃദ്ധയോട് പറഞ്ഞു കൊടുത്ത്. അപ്പോ അവര് പറഞ്ഞു, പീറ്റർ നീ ഒരു നന്ദി കെട്ടവനാ, നീ അത് ഉപയോഗിച്ചില്ലല്ലോ. അപ്പോ പീറ്റർ പറഞ്ഞു, എനിക്ക് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. പക്ഷെ ഇനി എനിക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണമെന്നുള്ളത്. അപ്പോ ആ മുത്തശ്ശിയുടെ മാന്ത്രിക വിദ്യയിൽ കൂടി പീറ്ററിനെ പഴയ കുട്ടിയാക്കി തിരിച്ചെടുത്തു എന്നുള്ളതാണ് ഈ കഥയിൽ പറയുന്നത്. പക്ഷെ ഇതൊരു കഥയാ. നമുക്കോ ഒരു സെക്കൻഡ് ഒരു അവസരം ഇല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ജീവിതം അറിഞ്ഞ് മനസ്സിലാക്കി ഈ പ്രസന്റ് ലൈഫ് ആസ്വദിക്കുക എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞു വരുന്ന കാര്യം. പിന്നെ അവസാനമായിട്ട് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു മുഗൾ ചക്രവർത്തി തന്റെ ഭാര്യയോടുള്ള അഗാധ പ്രണയം കൊണ്ട് ഒരു സ്മാരകം പണിയാൻ തീരുമാനിച്ചവര്. അപ്പോ 22 വർഷം എടുത്തിട്ട് ആ ഒരു സ്മാരകം പൂർത്തിയായി. വെണ്ണക്കല്ലിൽ തീർത്ത ഒരു നല്ലൊരു സുന്ദരമായ സ്മാരകം. അപ്പൊ അറിയാലോ അത് ഏതായിരിക്കും എന്നുള്ള, താജ്മഹൽ. അത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ താജ്മഹൽ എന്ന് പറയുന്നത്. 7 ലോകാത്ഭുതങ്ങളിൽ ഒന്ന്. അതുപോലെ തന്നെയാണ് ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യരും എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോ ലോകാത്ഭുതങ്ങളിൽ ഒന്നായ നമ്മള് ഓരോരുത്തരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാം ഓരോരോ വീരനായകന്മാരാണ്. അപ്പോ നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ് നമ്മുടെ ഗോള്, നമ്മുടെ സ്വപ്നം. അതിലേക്ക് നമ്മളൊന്ന് ചുവട് വെക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ഇത് നമ്മുടെ അവസാന ദിവസമാണെന്ന് കരുതി ഇന്ന് തന്നെ നമ്മൾ തുടങ്ങുക. കൂടുതൽ സന്തോഷത്തോടെ, കൂടുതൽ ചിരിച്ച്, കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ സമയത്തിന്റെ ഉള്ളില് പറയാനുള്ളത്. ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഒരു പുസ്തകം. എല്ലാവരും അത് വായിക്കാം. അപ്പോൾ എനിക്ക് ഇതിനോട് നീതി പുലർത്താൻ കഴിഞ്ഞോ എന്നറിയില്ല. കാരണം ചുരുങ്ങിയ രൂപത്തിലേക്ക് ഇത് മാറ്റുന്ന സമയത്ത് എല്ലാം ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റൂലല്ലോ. അപ്പോൾ എല്ലാവരും നന്ദി. എല്ലാവർക്കും നന്ദി.